സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ചും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ സാധിക്കും. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് എനിക്കിതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. ഇന്ന് 2023 ജൂലൈ 18 ചൊവ്വാഴ്ച ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പം മെയിൻ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് 19,828 ആയിരുന്നു. അവിടുന്ന് 9 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്നൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൻസെക്സ് അതിൻ്റെ ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 67,000 എന്ന ഒരു ഹിസ്റ്ററിക്കൽ വാല്യൂ അത് കടന്നിരിക്കുകയാണ്. അതിൻ്റെ താഴെയാണ് ഇന്ന് ക്ലോസിംഗ് ഉള്ളത്. പക്ഷേ ആ ഒരു ലെവൽ ഒരു ഓൾ ടൈം ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒരു ഫൈനൽ ഓൾ ടൈം ഹൈ ഈ സീസണിലേക്ക് എന്ന് തോന്നുന്നു. എന്തായാലും നാളത്തെ മാർക്കറ്റ് കൂടി കഴിഞ്ഞാലേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബെയറിഷ് ആയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ കൂടുതലും ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഇപ്പോൾ 19,769 ട്രേഡിംഗ് നടക്കുന്നത്. 10 പോയിന്റ് റെഡിലാണ് നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്നത്. മറ്റുള്ള രണ്ട്, അതായത് നിക്കിയും അതേപോലെ SCT കമ്പോസിറ്റ്, ഈ രണ്ടെണ്ണം മാത്രമാണ് ഗ്രീനിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ $74.32 ഉണ്ടായത് വർദ്ധിച്ചിട്ട് $74.45 ആയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ഇന്നലെ 1949.27 ഉണ്ടായത് 1965.18 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് ഒരു പൊടിക്ക് നില മെച്ചപ്പെടുത്തുന്നുണ്ട്. അതായത് ഇന്നലെ 82 രൂപ 5 പൈസ ഉണ്ടായിരുന്ന US ഡോളറിന്റെ റേറ്റ് ഇന്ന് 82 രൂപ 03 മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എനിക്ക് ആകെ ഇൻഫോസിസിന്റെ മാത്രമാണ് ഈ സ്ക്രീനർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അതായത് 3.73% ഒരു അപ്പ് മൂവ്മെന്റ് ആണ് ഇൻഫോസിസ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. IT സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിലൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പം അതല്ലാതെ മറ്റ് 2% കൂടുതൽ നഷ്ടം വരുത്തി വെച്ച സ്റ്റോക്കുകളൊന്നും തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 11,071 കോടിയുടെ ബൈങ്ങും 8,955 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 2,116 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,778 കോടിയുടെ ബൈങ്ങും 896 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 1,318 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 798 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായി എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയും ചെയ്യും. പക്ഷേ അതേ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട്. അതാണ് മാർക്കറ്റ് ഇത്രയും നിക്ഷേപം വന്നിട്ട് മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലോട്ട് കയറി പോകാത്തത്. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.54 ആയിരുന്നു. ഇന്ന് അത് കുറഞ്ഞിട്ട് 1.11 ആയിട്ടുണ്ട്. എന്നാലും അത് ബുള്ളിഷ് എന്ന ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്പോട്ട് പ്രൈസ് 19,749 ട്രേഡിംഗ് നടക്കുന്നത്. അതേസമയം 23 പോയിന്റ് മാത്രം മുകളിലായിട്ട് 19,772 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലെ ഇത് 50 പോയിന്റോളം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് അത് 23 പോയിന്റായി. ഫ്യൂച്ചറിന്റെ പ്രൈസ് വല്ലാതെ വർദ്ധിച്ചിട്ടില്ല. എന്നാൽ സ്പോട്ടിലുള്ള ഫ്ലക്ച്വേഷൻ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.46 ഉണ്ടായത് ഇന്ന് ഒറ്റയടിക്ക് നേരെ പകുതിയായിട്ടുണ്ട്. 0.78 ആയിട്ട് ന്യൂട്രൽ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. സ്പോട്ട് പ്രൈസ് 45,411 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടുന്ന് കേവലം 50 പോയിന്റ് മാത്രം മുകളിലായിട്ട് 45,461 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഇന്ന് സൂപ്പറായിട്ട് 329 പോയിന്റിന്റെ മുന്നേറ്റമാണ് ഇന്ന് ഉണ്ടാക്കിയത്. നിഫ്റ്റി എനർജിയും നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഈ രണ്ട് സെക്ടറുകൾ മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ സെക്ടറുകളും ചുവപ്പിലാണ് അല്ലെങ്കിൽ റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും നിഫ്റ്റി IT സ്റ്റോക്കുകൾ നല്ല രീതിയിൽ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, L&T ഫിനാൻസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, ക്യാൻഫിൻ ഹോംസ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അലോക് ഇൻഡസ്ട്രീസ്, മാസ്റ്റെക് ലിമിറ്റഡ്, ജൂബിലന്റ് ഫാമോവ ലിമിറ്റഡ്, ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ലിമിറ്റഡ്, ടാറ്റ കോഫി ലിമിറ്റഡ്, ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡ്, പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ്, Automobile Corporation of Goa Limited, Integra Engineering India Limited, Shemaro Entertainments Limited, Fredan Pharmaceutical Limited, Oriental Rail Infrastructure Limited, KCP Sugar and Industries Corporation Limited, TRF Limited,
ഇൻ ബാങ്ക് മെർച്ചന്റ് ബാങ്കിംഗ് സർവീസസ്, നിർമാൺ അഗ്രി ജനറ്റിക്സ് ലിമിറ്റഡ്, ഇന്ത്യ ബാങ്ക് ഹൗസിംഗ് ലിമിറ്റഡ്, വിലിൻ ബയോമെഡിക്കൽ ലിമിറ്റഡ്, ടീസ്റ്റ അഗ്രോ ഇൻഡസ്ട്രീസ്, റാസി റിഫ്രാക്ടറീസ് ലിമിറ്റഡ്, ബെറ്റാല ഗ്ലോബൽ സെക്യൂരിറ്റീസ്. ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. എന്തായാലും കോർപ്പറേറ്റ് ആക്ഷൻസ് നിർബന്ധമായും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് പേര് 4-5 പേരാണ് അത് ആവശ്യമില്ലാതെ ഉപകാരമില്ലാത്തൊരു സംഭവമാണ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഇന്നലെ ഒരു ദിവസം അത് മിസ് ചെയ്തത്. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു 15-17 വാട്സപ്പ് മെസ്സേജുകൾ ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യണം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പിൽ എനിക്ക് പേഴ്സണലി അയച്ചു തരുന്നതിന് പകരം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൂടുതൽ പേരുടെയും അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കൂടുതൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു റീച്ച് കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ട്രേഡേഴ്സിലേക്ക് ഈ വീഡിയോ എത്താനും സാധ്യത. ഈ 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പിൽ അയച്ചു തരുന്നതിന് പകരം ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെയാണ് ട്യൂസ്ഡേ 25 ജൂലൈ 2023 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആന്ധ്ര പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് ₹1.50 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ് ₹1 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് ₹2 പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ₹70 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. KEC ഇന്റർനാഷണൽ ₹3 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കിർലോസ്കർ ബ്രദേഴ്സ് ₹4.50 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഓറിയൻ സിമെന്റ് ₹1 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പൗഷാക് ലിമിറ്റഡ് ₹17.50 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസ് 25 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ₹2 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. UK CPI, UK PPI, EU CPI, ജർമ്മൻ വ്യൂപം Mauterer speaks, US housing starts, US building permits, US crude oil inventories, US 20-year bond auction. ഇത്രയും ഈവൻറ്റുകളാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,711 നിന്നും 76 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,787 ഇന്ന് ആരംഭിച്ചത്. 19,819 ഡേ ഹൈയും 19,690 ഡേ ലോയും വന്നത് വഴി 129 പോയിന്റിന്റെ അതോ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,787 നിന്നും 38 പോയിന്റ് താഴെയായിട്ട് 19,749 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 38 പോയിന്റ് മുകളിലായിട്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിട്ടുള്ളത്. അതായത് ഒരു ബുള്ളിഷ് മോഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച് 66,589 നിന്ന് 239 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 66,828 ഇന്ന് ആരംഭിച്ചത്. 67,007 ഇന്നത്തെ ഹൈയും 66,574 ഡേ ലോയും വന്നത് വഴി 433 പോയിന്റിന്റെ അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 66,828 നിന്ന് 34 പോയിന്റ് മാത്രം താഴെയായിട്ട് 66,795 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 205 പോയിന്റ് മുകളിലായിട്ട് തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സും അപ്പോൾ ബുള്ളിഷാണ്. നിഫ്റ്റിയും സെൻസെക്സും ഓൾമോസ്റ്റ് ഒരേ പാറ്റേണിൽ തന്നെയാണ് പോവുക. ഇന്ത്യ വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഇന്ന് 3.45% ഫിയർ അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 11.71 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 45,449 നിന്നും 305 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 45,754 ഇന്ന് ആരംഭിച്ചത്. 45,905 ഡേ ഹൈയും 45,281 ഡേ ലോയും വന്നത് വഴി 625 പോയിന്റ് അതോ 1.36% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 45,754 നിന്നും 344 പോയിന്റ് താഴെയായിട്ട് 45,410 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 39 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ചത് 20,301 നിന്നും 127 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 20,428 ഇന്ന് ആരംഭിച്ചു. 20,476 ഡേ ഹൈയും 20,208 ഡേ ലോയും വന്നത് വഴി 268 പോയിന്റ് അതോ 1.31% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 20,428 നിന്ന് 166 പോയിന്റ് താഴെയായിട്ട് 20,262 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 39 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 51,291 നിന്നും 221 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 51,512 ഇന്ന് ആരംഭിച്ചത്. 51,756 ഡേ ഹൈയും
81.071 ഡേ ലോയും വന്ന വഴി 685 പോയിന്റ് 1.33% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 51.512 നിന്ന് 305 പോയിന്റ് താഴെയായിട്ട് 51.207 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 84 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് നമ്മുടെ R2 ലെവലിലാണ്. അവിടെ നിന്ന് താഴോട്ട് ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇന്നത്തെ 19.831 തൊട്ടടുത്തായിട്ട് എത്തും എന്നാണ്. പക്ഷേ അതിന് മുമ്പേ തന്നെ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വന്നു. എന്തായാലും 19.828 എന്ന നമ്മുടെ ടാർഗറ്റ് ലൈൻ ഇന്ന് എത്തിയിട്ടില്ല. ഒരു 819 വരെയാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 9 പോയിന്റിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ അതിലെന്തായാലും എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നില്ല. അങ്ങനെ മാർക്കറ്റ് തൊട്ടടുത്ത് വന്ന് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ മാർക്കറ്റ് നാളെ തിരിച്ചു കയറി ടാർഗറ്റ് അച്ചീവ് ചെയ്തേക്കാം. നാളത്തെ കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഇന്ന് ഈ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് CPR ലൈനിലാണ് ഇന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ R1 R2ന്റെ ഇടയിൽ കൺസോൾട്ടേഷനിലോട്ട് പോയി. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച ലൈനിൻ്റെ മുകളിലാണ് ഓപ്പൺ ആയത്. പിന്നെ ആ ലൈനിൽ ഒന്ന് ടച്ച് ചെയ്തെന്നു. പിന്നെ ഒരു ഫോള് കിട്ടി. യെസ്റ്റർഡേ ഹൈയും കട്ട് ചെയ്ത് താഴോട്ട് വന്നു. CPR അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോണിൽ വന്നിട്ട് അത് സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് ഫർദർ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ട് മൂവ്മെന്റ് ഇല്ലാതെ ഇന്ന് അവസാനിക്കുകയാണ് ചെയ്തത്. ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ അതേ രീതിയിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡിറ്റോ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് R3യിൽ ഒരു സപ്പോർട്ട് R3 ടെസ്റ്റ് ചെയ്തു. ഓപ്പൺ ആയതിനു ശേഷം ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് കരുതിയ സ്ഥലത്ത് പോയിട്ട് R3 ടെസ്റ്റ് ചെയ്തു, തിരിച്ചിറങ്ങി വന്നു. സെക്കൻഡ് ടെസ്റ്റും ഫെയിലിയർ ആയപ്പോൾ മാർക്കറ്റ് നേരെ താഴോട്ട് ഇറങ്ങി നമ്മുടെ നോട്ട് റേറ്റ് സോണിൻ്റെ അവിടെ വരെ ഇറങ്ങി വരികയാണ്. ഇതിപ്പം ഫിൻ നിഫ്റ്റി ഇന്നലെ ഈ ഒരു സംഭവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 20,432ൻ്റെയും 20,500ൻ്റെയും ഇടയിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് പോവും അല്ലെങ്കിൽ ഫോള് വരും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ട്രേഡ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്ന നിമിഷത്തിൽ എൻട്രി ആയിരുന്നു. അത് നേരെ അവിടെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നോട്ട് റേറ്റ് സോണാണ്. അപ്പോൾ അവിടം വരെ മാർക്കറ്റ് ഇറങ്ങി വന്ന് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കൺസൾട്ടേഷനിൽ പോയി. തിരിച്ച് കയറിയൊന്നും പോയില്ല. അവിടെ തന്നെ അങ്ങ് സൈഡ് വൈസ് അങ്ങ് പോയിട്ട് അങ്ങ് തീർന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഈ ഒരു ടാർഗറ്റ്, അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡ് ഇതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ദെൻ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ കാര്യമായ മൂവ്മെൻ്റ് ഒന്നും ഇന്ന് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ഫോൾ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന ആ ലെവലിനെ അത് നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെൻസെക്സ് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, മന്ത്ലി ടാർഗറ്റ്. എന്തായാലും ഇവിടുന്ന് യെസ്റ്റർഡേ ഹൈ വന്ന് ടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് കയറി പോകാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കൺസോൾട്ടേഷൻ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓവറോൾ ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ മെയിൻ സംഭവം കിടക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഈ ഒരു ലെവല് 19,828 ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 819 വന്നിട്ട് മാർക്കറ്റ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്തായാലും ഒരു 9 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. നാളെ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞാൽ നോർമലി ഈ ഒരു ക്യാൻഡിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന് ഇതിൻ്റെ താഴെ നാളെ ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോകണം. ഇതാണ് അതിൻ്റെ ഒരു രീതി നോർമലി കണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ ടാർഗറ്റിന് ഒരു ചെറിയ മൈന്യൂട്ട് പോയിന്റ് അവിടെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി വെച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 50% സാധ്യത അതിനുണ്ട്. അതല്ലാതെ നാളെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡ് കണ്ടിന്യൂഷനിൽ ഇതിൻ്റെ മുകളിലോട്ട് ഫർദർ റാലിക്കുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടും 50% സാധ്യതയുള്ളതാണ്. നാളെ താഴോട്ട് പോകാനായാലും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും രണ്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് നാളത്തെ മാർക്കറ്റ് വളരെ കെയർഫുള്ളായിട്ട് നാളെ നിരീക്ഷിക്കുക ലൈവ് മാർക്കറ്റിൽ. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ അതിൻ്റെ ആ ഒരു താഴോട്ടുള്ള യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഇതിപ്പോൾ 45,909 ഏകദേശം 46,000 എത്രയാണ് 46,238 ബാങ്ക് നിഫ്റ്റിക്ക് ഈ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്. അതിൻ്റെ അടുത്ത് മിക്കവാറും ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നാളെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെങ്കിൽ നാളെ ഇങ്ങനെയാണ് വരേണ്ടത്, താഴോട്ടാണ് ക്യാൻഡിൽ വരേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നുകിൽ ഒരു സൈഡ് വേസ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്ന് അടുത്ത ദിവസം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ താഴോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യും. നാളെ എന്തായാലും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. നല്ല ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും അധികം വിശ്വസിച്ച് അതിൻ്റെ കൂടെ പോകരുത്.
കാരണം ഇവിടെ ഒരു എന്താ പറയുക ടാർഗറ്റിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന മാർക്കറ്റാണ്. നമ്മൾ വരച്ചത് കൃത്യം ആ പോയിന്റ് പോയി അത് എത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല, ആ പോയിന്റിൽ നിൽക്കണം എന്ന് നിർബന്ധമില്ല. അത് എല്ലാം ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിൽ കിട്ടുന്ന ഒരു റിസൾട്ട് മാത്രമാണ്. പലപ്പോഴും അതിനെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഊന്നി പറയുന്നത്. എന്തായാലും ഇവിടെ ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റിക്ക് ഇനിയും കുറച്ചുകൂടെ കയറാനുണ്ട്. ഞാൻ ഇന്നലെ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20,432 20,500 ഇടയിൽ മാർക്കറ്റ് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ താഴോട്ട് ഒരു വീഴ്ചയായിരിക്കും നമുക്ക് കിട്ടുക. ഇന്ന് വളരെ മനോഹരമായിട്ട് എല്ലാവരും അത് യൂസ് ചെയ്ത് എനിക്ക് കുറേ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ താങ്ക് യു മെസ്സേജ് അയക്കുന്നത് വാട്സപ്പിലാണ്. ദയവായിട്ട് നിങ്ങൾക്ക് താങ്ക് യു പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എന്ത് തന്നെയായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ ഞാൻ ഒരാൾ മാത്രമാണ് കാണുന്നത്, ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സന്തോഷം മുഴുവൻ ആൾക്കാരും, നമ്മൾ എത്ര പേര് ഒരു ദിവസം എന്തായാലും 1000 പേരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയും പേര് ഈ ഒരു സന്തോഷം കാണും. അത് കൂടുതൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഫിൻനിഫ്റ്റി എന്തായാലും നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ പോലും ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലായിരിക്കും കിട്ടുക. ഇനി അതല്ലെങ്കിൽ ഇത് ഒരു ഫൈനൽ കൺഫർമേഷൻ ആണെങ്കിൽ ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ ഇതൊരു ഡബിൾ ടോപ്പ് പാറ്റേണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ടോപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണോ തുടങ്ങിയത് അവിടത്തേക്ക് തിരിച്ചിറങ്ങി പോകും എന്നുള്ളത് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. സോ അത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. നാളത്തെ ക്യാൻഡിൽ, നാളത്തെ ഒരു ദിവസം വളരെ ക്രിട്ടിക്കലാണ്. നാളെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനമാവുക. അപ്പോൾ നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് അടുത്ത ആഴ്ചത്തേക്ക് നീട്ടി വെക്കണം. എക്സ്പയറിക്ക് ശേഷമാണ് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പരിപാടിയായിരിക്കും പിന്നെ ഇവർ കാഴ്ചവെക്കുക ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ വലിപ്പിച്ച് വെറുപ്പിച്ചിട്ട് മുകളിലും താഴെയും ഇങ്ങനെ നമ്മളെ വലിപ്പിച്ചിട്ട് ആ സമയം വരെ കൊണ്ടുപോകും. അവസാനം എക്സ്പയറിയുടെ അടുത്ത ദിവസം എങ്ങോട്ടായിരുന്നോ അത് പോകേണ്ടത് ആ രീതിയിൽ ഒറ്റ താഴോട്ടാണെങ്കിൽ താഴോട്ട്, അല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഒറ്റ പോക്ക് പോകും. അപ്പോൾ അതും നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കണം. ഇത് ഇനി നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ ഫ്രീ ആയി, ഇനി എങ്ങോട്ട് വേണേലും പോകാം. ഇവിടെ ഇത് പക്ക സിഗ്നലാണ്, അതായത് എൻ്റെ സ്ഥലമെത്തി ഫുൾ സ്റ്റോപ്പായി, ഇനി താഴോട്ടാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് ഇവിടെ ക്ലിയർലി ഇത് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഈവനിങ് സ്റ്റാർ എന്നുള്ള ഒരു പാറ്റേണിൽ ഇത് ഈ രീതിയിൽ നാളെ വരും. ഈ രീതിയിൽ റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലില്ലേ ഇതിൻ്റെ സൈസിൽ തന്നെ നാളെ വരികയാണെങ്കിൽ അതിന് ഈവനിങ് സ്റ്റാർ എന്ന് പറയാം. സോ അവിടെ മാർക്കറ്റ് പിന്നെ താഴോട്ടാണ് ഇറങ്ങി വരേണ്ടത്. ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലൈൻ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഏകദേശം ഈ നമ്മുടെ നോ ട്രേഡ് സോൺ വരെയും അത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് സെൻസെക്സിൽ ഈ രീതിയിലാണ്. ഇനി ഇൻ കേസ് ഇന്നത്തെ ഈ ഒരു പാറ്റേൺ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നാളെ ഇതിൻ്റെ മുകളിലായിരിക്കും ഓപ്പൺ ആവുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കുറച്ച് പോയിന്റുകൾ കൂടി ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഇതിന് ഒന്നുകിൽ എൻഗൾഫ് എന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ വന്നിട്ട് പിന്നെ പതുക്കെ താഴോട്ടിറങ്ങി വരും. അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡ് വേസ് മോർണിംഗിൽ എവിടെയാണോ ഓപ്പൺ ആവുന്നത് അവിടെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് മാർക്കറ്റ് പിന്നെ പതുക്കെ ഇറങ്ങി വരും. എന്തായാലും നോക്കാം. നാളത്തെ മാർക്കറ്റ് നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നാളെയാണ് ട്രെൻഡ് എങ്ങോട്ടാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസം. സോ നമുക്ക് കാത്തിരിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.